നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും നടുക്കുന്ന ഒരു വാർത്ത. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ വയറുവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ 19-കാരി അത്യാഹിത വിഭാഗത്തിലെ ശൗചാലയത്തിൽ പ്രസവിക്കുകയും കുഞ്ഞിനെ വെന്റിലേഷനിലൂടെ പുറത്തേക്ക് എറിയുകയും ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഈ പെൺകുട്ടിയെ പരിശോധിച്ച ഡോക്ടറുടെ പ്രതികരണമാണ് വരുന്നത്. തിങ്കളാഴ്ച രാത്രി ഏകദേശം 9 മണിയോടെ കടുത്ത വയറുവേദനയും നടുവേദനയുമായാണ് ഈ പേഷ്യൻ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയതെന്നാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാരിൽ ഒരാൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആർത്തവ സംബന്ധമായ വേദനയാണെന്നാണ് ഡോക്ടർമാരോട് ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് ആദ്യം ഡോക്ടർമാർക്ക് സംശയം തോന്നിയില്ല. പിന്നീട് കുട്ടിയുടെ വയറ് കണ്ടപ്പോൾ സംശയം തോന്നിയിരുന്നു. താനും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റ് ഡോക്ടർമാരും നഴ്സുമാരുമെല്ലാം പീരിയഡ്സ് മിസ്സായിട്ടുണ്ടോ എന്ന് നിരന്തരം ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആർത്തവം കൃത്യമാണെന്നും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് കുട്ടി പറഞ്ഞുകൊണ്ടിരുന്നത്. വയറ്റിൽ കൊഴുപ്പടിഞ്ഞതുപോലെ സംശയമുണ്ട്. മുമ്പ് സ്കാൻ ചെയ്തപ്പോൾ അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ടെന്നും പെൺകുട്ടി പറഞ്ഞു. താൻ ഗർഭിണിയല്ല എന്ന ഉറച്ച നിലപാടിലായിരുന്നു പെൺകുട്ടിയെന്നും ഡോക്ടർ പറയുന്നു. അതായത് ഡോക്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു നീക്കം കൂടി പെൺകുട്ടി നടത്തി. മുൻപ് താൻ സ്കാൻ ചെയ്തിരുന്നു, അപ്പോൾ വയറ്റിൽ കൊഴുപ്പടിഞ്ഞതായിരുന്നു സംഭവം എന്നായിരുന്നു ഡോക്ടർമാരോട് വിവരിച്ചത്. പിന്നീട് സംശയം തോന്നിയ ഡോക്ടർ ഒബ്സർവേഷനിൽ നിൽക്കുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഇവിടുത്തെ അസിസ്റ്റന്റുമാരും ഡോക്ടർമാരും എല്ലാം കെട്ടിടത്തിന് പിറകിൽ പോയി നോക്കുമ്പോഴാണ് ഒരു പെൺകുഞ്ഞിനെ അവിടെ കിടന്ന് കിട്ടിയത്. അപ്പോൾ തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകി 2 പേരെയും വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തുവെന്നും ഡോക്ടർ പറഞ്ഞു. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഒബ്സർവേഷനിൽ ഇരിക്കവെയാണ് ചൊവ്വാഴ്ച പുലർച്ചെ ഏകദേശം 2 മണിയോടെ 19-കാരി അത്യാഹിത വിഭാഗത്തിലെ ശുചിമുറിയിൽ വെച്ച് പ്രസവിക്കുന്നത്. പ്രസവശേഷം വിവരം ആരോടും പറയാതെ കുഞ്ഞിനെ ശുചിമുറിയുടെ ജനലിലൂടെ പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു. പുറത്തുനിന്ന് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട ആശുപത്രി ജീവനക്കാരാണ് കുഞ്ഞിനെ അവിടെ നിന്നും കണ്ടെത്തിയത്. എറണാകുളത്ത് പഠിക്കുന്ന പെൺകുട്ടി താൻ ഗർഭിണിയായ വിവരം വീട്ടുകാരോട് പറഞ്ഞിരുന്നില്ലെന്നും പോലീസിനോട് സമ്മതിച്ചു. നിലവിൽ അമ്മയെയും കുഞ്ഞിനെയും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇരുവരും അപകടനില തരണം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. സംഭവത്തിൽ ഹരിപ്പാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എറണാകുളത്താണ് യുവതി പഠിക്കുന്നുണ്ടായിരുന്നത്. ഇത്രയും കാലം പലപ്പോഴും വീട്ടിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും വീട്ടുകാർക്കൊന്നും തന്നെ യാതൊരു തരത്തിലും സംശയമുണ്ടായിരുന്നില്ല. മാത്രമല്ല പെൺകുട്ടി വീട്ടിൽ സ്ഥിരമായി നിൽക്കാത്തതിനാൽ തന്നെ പ്രത്യേകിച്ച് ശാരീരിക മാറ്റങ്ങൾ വരുന്നതൊന്നും തന്നെ വീട്ടുകാരും കണ്ടില്ല. ഏതായാലും ഇപ്പോൾ കുഞ്ഞും അമ്മയും സുരക്ഷിതരായി ഇരിക്കുന്നുണ്ട്. ഇനിയും പോലീസിന് സംശയങ്ങളേറെയാണ്. പെൺകുട്ടി എങ്ങനെ ഗർഭിണിയായി എന്നുള്ളതും പോലീസിനെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് പെൺകുട്ടി ഇരയായിട്ടുണ്ടോ എന്നുള്ളത് കൂടിയൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഗർഭിണിയാണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിവും ബോധവുമുള്ള പെൺകുട്ടി തന്നെയാണ്. അത് മറച്ചു വയ്ക്കാൻ പല ശ്രമങ്ങളും നടത്തി. ആശുപത്രിയിലെത്തിയതും തനിക്ക് എന്തെങ്കിലും പെയിൻ കില്ലർ തന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ ആ കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള ഏതെങ്കിലും ശ്രമമായിരിക്കാം. മാത്രമല്ല ഇത്രയും കാലം അങ്ങനെ ഇപ്പോൾ പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ ജനലിലൂടെ വലിച്ചെറിഞ്ഞ പെൺകുട്ടി ഇതിനു മുമ്പ് അറിയാത്തതുകൊണ്ടാണോ ഇത്തരത്തിൽ ആ കുഞ്ഞ് 9 മാസം അല്ലെങ്കിൽ ഇത്രയും കാലം വരെ ഗർഭിണിയായ കാര്യം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ചത് എന്നുള്ള സംശയം കൂടി ഉയരുന്നുണ്ട്. ഏതായാലും പോലീസിനോട് പല കാര്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട് എന്നാണ്. കൂടെയുണ്ടായിരുന്ന വീട്ടുകാർക്കും ഈ വിവരങ്ങൾ അറിയില്ലായിരുന്നു എന്ന് തന്നെയാണ് പ്രാഥമിക വിവരം. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പെൺകുട്ടി പഠിക്കുന്ന സ്ഥലമടക്കം ഇനി പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ള സംഭവങ്ങൾ നിരവധി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗർഭകാലമൊക്കെ തന്നെ മറച്ചു വെച്ച് ബാത്റൂമിൽ വെച്ച് പ്രസവിക്കുകയും ആ കുഞ്ഞിനെ കരിയിലക്കാട്ടിൽ മൂടിയിടുകയും ചെയ്ത സംഭവമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇതിനു മുമ്പും എറണാകുളത്തൊരു സംഭവം നടന്നിരുന്നു. ഇത്തരത്തിൽ ബാത്റൂമിൽ പ്രസവിച്ച് പിന്നീട് ഒരു കൊറിയറിൻ്റെ പാക്കറ്റിൽ ആ കുഞ്ഞിനെ ഫ്ലാറ്റിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞ സംഭവവും നമ്മളേറെ ഞെട്ടലോടെയായിരുന്നു കണ്ടത്. അതുവഴി പോയ നാട്ടുകാരാണ് ആ ഒരു പാക്കറ്റ് കിടക്കുന്നത് കണ്ടപ്പോൾ അതിലെന്താ അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് നവജാത ശിശുവിൻ്റെ ശരീരം കണ്ടെത്തുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ മുൻപ് സംഭവിച്ചിട്ടുണ്ട്. സാധാരണ ഗർഭകാലമോ പ്രസവമോ മറച്ചുവെക്കുന്നത് ശാരീരികമായും മാനസികമായും അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളും വലിയ അപകടങ്ങളും ഉണ്ടാക്കാം. ചില സ്ത്രീകൾ ഗർഭിണിയാണെന്ന കാര്യം അറിയാമെങ്കിലും ഭയം, സാമൂഹിക സമ്മർദ്ദം, മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലെ എതിർപ്പുകൾ കാരണം ഈ വിവരം മറ്റുള്ള
മറ്റുള്ളവരിൽ നിന്നും മനഃപൂർവ്വം മറച്ചു പിടിക്കാറുണ്ട്. ഇവർ സാധാരണയായി ഡോക്ടർമാരെ കാണുകയോ പ്രസവത്തിന് മുമ്പുള്ള പരിചരണം തേടുകയോ ചെയ്യാറില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഡോക്ടറുടെയോ ആശുപത്രിയുടെയോ സഹായം ലഭിക്കാത്തത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവന് വലിയ ഭീഷണിയാണ്. ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയിൽ ഉണ്ടാകുന്ന തകരാറുകളോ പ്രസവ സമയത്തുണ്ടാകുന്ന രക്തസ്രാവമോ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു. ഗർഭമോ പ്രസവമോ മറച്ചുവെച്ച് കുഞ്ഞിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഉപേക്ഷിക്കുകയോ മരണപ്പെടുകയോ ചെയ്യുന്നതും അതും നിയമപരമായി കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. നിങ്ങൾക്കോ നിങ്ങൾക്കറിയാവുന്നവർക്കോ ഇത്തരം സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ ഒളിപ്പിച്ചു വെക്കുന്നതിന് പകരം നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ പോലെയുള്ള വനിതാ കമ്മീഷൻ ഹെൽപ്പ് ലൈനുകളിലൂടെയോ അംഗീകൃത ഡോക്ടർമാരുടെയോ ആരോഗ്യ പ്രവർത്തകരുടെയോ അടിയന്തര സഹായം തേടുക. കാരണം ഇവിടെ 2 ജീവനുകളാണ് ആപത്ത്. ഒന്ന് അമ്മയുടെയും കുഞ്ഞിൻ്റെയും. ഒരുപക്ഷെ പ്രസവിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആരോഗ്യപരമായിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണെങ്കിലും അമ്മയുടെ ആരോഗ്യം അവിടെ നഷ്ടപ്പെടാനുള്ള ഒരുപക്ഷെ ജീവൻ വരെ അപകടത്തിലാകാവുന്ന സാഹചര്യമാണുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇതിൽ പലതും രക്ഷിതാക്കൾ അറിയുന്നത് പോലുമില്ല. തങ്ങളുടെ തൊട്ടപ്പുറത്ത് മുറിയിൽ കിടന്നുറങ്ങുന്ന തങ്ങളുടെ മകൾക്കോ അല്ലെങ്കിൽ തങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിക്കോ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പോലും അവരറിയുന്നില്ല. ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ മാത്രമായിരിക്കും അവരടക്കം ഈ ഒരു കാര്യങ്ങൾ അറിയുന്നുണ്ടാവുക. തീർച്ചയായിട്ടും പോലീസ് ഈ കേസിൽ വിശദമായിട്ടുള്ള അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.